നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫല വിശകലനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭൻ എന്ന് കരുതുന്ന യോഗേന്ദ്ര യാദവ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. BJPക്ക് ഇക്കുറി തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. NDA 272 ഒരുപക്ഷെ കടന്നേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് യോഗേന്ദ്ര യാദവ് ഉറപ്പിച്ചു പറയുന്നു. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമാണ് യോഗേന്ദ്ര യാദവ്. BJP പരമാവധി ഇക്കുറി നേടുക 260 സീറ്റുകൾ മാത്രം. തന്റെ അന്തിമ വിലയിരുത്തലിൽ BJP നേടുന്നത് 240 സീറ്റുകളായിരിക്കുമെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 35 മുതൽ 45 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഇക്കുറി 85 മുതൽ 100 സീറ്റുകൾ വരെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടും. ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിനെ കൂട്ടാതെ 120 മുതൽ 135 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് അതിശക്തമായ മത്സരം. BJP അവകാശപ്പെടുന്ന 400 സീറ്റുകളോ നിലവിലെ 303 എന്ന നിലയിലോ BJP എത്തില്ല. 272 സീറ്റ് പോലും ഒറ്റയ്ക്ക് നേടാൻ BJPക്ക് കഴിയില്ല എന്ന് യോഗേന്ദ്ര യാദവ് ഉറപ്പിച്ചു പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ ഇക്കുറി NDA മുന്നണി വിജയിക്കുമെന്നൊക്കെ ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ പ്രശാന്ത് കിഷോറിന് നേർക്ക് സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. പിന്നീട് പ്രശാന്ത് കിഷോർ പോലും തന്റെ നിലപാടിൽ മയം വരുത്തിയിരുന്നു. ഏറ്റവും രസകരമായ സംഭവം, യാദവിന്റെ വിലയിരുത്തൽ പങ്കുവച്ച് തന്റെ മുൻ പ്രവചനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിപ്പോൾ പ്രശാന്ത് കിഷോറും രംഗത്തെത്തി. യോഗേന്ദ്ര യാദവിന്റെ കണക്കുകൾ പ്രകാരം 275 മുതൽ 205 സീറ്റുകൾ വരെ NDAയ്ക്ക് ലഭിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് സർക്കാരുണ്ടാക്കാൻ വേണ്ടത് 272 സീറ്റുകളാണ്. നിലവിൽ BJPക്കുള്ളത് 303 സീറ്റുകളും NDAയ്ക്ക് 323 സീറ്റുകൾ. നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് വരുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തെ വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത്. 2019 18 സീറ്റുകൾ നേടിയ ശിവസേന ഇക്കുറി NDA മുന്നണിക്കൊപ്പമില്ല. ഇനി ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് വിലയിരുത്താമെന്നാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നത്. NDAയ്ക്ക് 272 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ സാധിക്കാതെ വന്നേക്കുമെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ കണ്ടുപിടുത്തം. ശിവസേനയിലെ 2 വിഭാഗങ്ങൾക്കും NCPക്കുമിടയിൽ വോട്ടുകൾ തുല്യമായി പങ്കുവയ്ക്കപ്പെടും. എന്നാൽ ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും മാതൃസംഘടനയുടെ വോട്ട് വിഹിതത്തിലേറെയും സ്വന്തമാക്കുമെന്ന സൂചനകളാണ് യോഗേന്ദ്ര യാദവ് പങ്കുവയ്ക്കുന്നത്. BJPക്കെതിരെയുള്ള ശിവസേന, NCP, കോൺഗ്രസ് എന്നിവയുടെ കൂട്ടുകെട്ട് NDAയേക്കാൾ ശക്തമാണ് എന്ന് അവകാശപ്പെടുന്നു യോഗേന്ദ്ര യാദവ്. അതുകൊണ്ട് തന്നെ ഇക്കുറി മധ്യപ്രദേശിൽ കടുത്ത പരീക്ഷണമാണ് NDA മുന്നണി നേരിടുന്നത് എന്നും അദ്ദേഹം വിലയിരുത്തുന്നു. മധ്യപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾക്ക് തിളക്കം കൂടും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കൂടുതൽ ആർജവത്തോടെ ഇക്കുറി പ്രവർത്തിക്കുന്നുവെന്നും യോഗേന്ദ്ര യാദവ്. ഗുജറാത്ത് തന്നെയാവും ഇക്കുറിയും NDAയുടെ രത്നക്കനിയെന്ന് യോഗേന്ദ്ര യാദവ്. 25 സീറ്റുകൾ അവിടെ BJPയെ കാത്തിരിക്കുന്നു. നിയമസഭാ ഫലങ്ങൾ വെച്ച് നോക്കിയാൽ പശ്ചിമ ബംഗാളിൽ ഇക്കുറിയും തൃണമൂൽ തൂത്തുവാരുമെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ. കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യവും നേട്ടമുണ്ടാക്കും. ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ എന്നിവിടങ്ങളിൽ സീറ്റുകൾക്ക് വലിയ അട്ടിമറി സാധ്യതയില്ല. ചുരുക്കത്തിൽ NDA മുന്നണിക്ക് ഇക്കുറി കടുത്ത പരീക്ഷണങ്ങൾ തന്നെയാണ് എന്ന് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ. ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വലിയ പ്രാധാന്യമാണ് യോഗേന്ദ്ര യാദവിന്റെ ഈ വിലയിരുത്തലുകൾക്ക് നൽകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിലേക്ക് രാജ്യം കടന്നിരിക്കുമ്പോൾ കൂടുതൽ ചൂടുപിടിക്കുന്നു വാദപ്രതിവാദങ്ങൾക്ക്. ഇക്കുറി NDA 400 കടക്കും എന്ന അവകാശവാദവുമായി ആദ്യം പ്രധാനമന്ത്രി തന്നെയാണ് പ്രസ്താവന ഇറക്കിയത്. തുടർന്ന് ഇക്കാര്യം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ചിരുന്നു. ആദ്യം പതുങ്ങി നിന്ന ഇന്ത്യ മുന്നണി പിന്നീട് അതിശക്തമായി പ്രവർത്തിച്ചു മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ തുടർച്ചയായി 3ാം വട്ടവും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന വിശ്വാസമായിരുന്നു ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും. പ്രശാന്ത് കിഷോർ അത് അടിവരയിട്ടിരുന്നു. എന്നാൽ യോഗേന്ദ്ര യാദവ് കടുത്ത സംശയമാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്യന്തം കാഠിന്യമുള്ളതാണ് എന്ന് BJP നേതാക്കളും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രസ്താവനകളും വിമർശനങ്ങളുമൊക്കെ ഉയർത്തിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ. ഇക്കുറിയും
NDA അധികാരത്തിലേറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.